തൃശൂർ വെളുത്തൂരിൽ എലിപ്പനി ബാധിച്ച് യുവാവ് മരിച്ചു. കുണ്ടിൽ വീട്ടിൽ വൈശാഖാണ് മരിച്ചത്. MS ലിഷോയുണ്ട്. ലിഷോയ് കുറേ ദിവസമായി ചികിത്സയിലായിരുന്നു. വിവരങ്ങൾ എന്താണ്? പനിയെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെയാണ് ഈ മരണം സംഭവിച്ചത്. തിങ്കളാഴ്ചയാണ് വൈശാഖിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് ഉച്ചയോടെ മരണം സംഭവിക്കുകയായിരുന്നു. കോൾപ്പാടത്തിനോട് ചേർന്ന ഭാഗത്താണ് വൈശാഖിന്റെ വീട്. മീൻ പിടിക്കാനും മറ്റുമായൊക്കെ തന്നെ സ്ഥിരമായി പാടത്തേക്കും ഒക്കെ തന്നെ ഇറങ്ങാറുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ നിന്നാണ് രോഗബാധ ഉണ്ടായത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. മരണത്തെ തുടർന്ന് ഈ മേഖലയിൽ ജാഗ്രത പാലിക്കാനായി നിർദ്ദേശമുണ്ട്. ജില്ലയിൽ വലിയ തോതിൽ പനി പടർന്നു പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു എലിപ്പനി ബാധിച്ചൊരു യുവാവിന് മരണം സംഭവിച്ചിരിക്കുന്നത്. കോൾപ്പാടത്തിൽ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അക്കാര്യത്തിൽ ശാസ്ത്രീയമായ ആരോഗ്യവകുപ്പ് എന്ത് കാര്യങ്ങൾ വിശദീകരിക്കുന്നു? തദ്ദേശ സ്ഥാപനങ്ങളും അങ്ങനെ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഒരു വലിയ പ്രദേശമാണല്ലോ. അതായത് ഇദ്ദേഹം ഈ വൈശാഖ് സ്ഥിരമായി മത്സ്യം ഈ പാടത്തു നിന്നൊക്കെ തന്നെ മീൻ പിടിക്കാനൊക്കെ ആയി പോകാറുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലിൽ ഏതെങ്കിലും തരത്തിൽ മുറിവുകളോ മറ്റോ ഒക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഈ വൃത്തിഹീനമായ വെള്ളത്തിലൂടെയൊക്കെ തന്നെ നടക്കുകയാണ് ഉണ്ടായിരുന്നെങ്കിൽ അതൊരു പക്ഷേ രോഗം ബാധിക്കാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ ഈ സ്ഥിരമായി ഇങ്ങനെ ഈ ചേറലും മറ്റും ഒക്കെ തന്നെ നടക്കുന്നു. മാത്രമല്ല ഈ മേഖലയിലൊക്കെ തന്നെ ഈ പാടശേഖരത്തിനോട് ചേർന്ന ഇടമായതിനാൽ തന്നെ സ്ത്രീകളുടെ സാന്നിധ്യമൊക്കെ തന്നെ ഉള്ള ഒരു സ്ഥലമായി തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ രോഗബാധ ഉണ്ടായതാകാം എന്നുള്ളൊരു പ്രാഥമികമായ വിലയിരുത്തലാണ് ആരോഗ്യവകുപ്പ് അധികൃതർ. ഇപ്പോൾ ഉള്ളത് വെളുത്തൂരിലാണ് യുവാവ് മരിച്ചത്.